ഹായ്, ഞാൻ ഡോക്ടർ ഫാത്തിമ വർദ, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, ആസ്റ്റർ വിംസ് കാലിക്കറ്റ്. നമുക്ക് നോമ്പിന് ഒരുപാട് പേർക്ക് കുറേ ഡൗട്ടുകളുണ്ട്. ചില മരുന്നുകൾ എടുക്കാൻ പറ്റുമോ, അത് എടുത്താൽ നോമ്പ് മുറിയോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയ ഡിസ്കഷൻ പേഷ്യൻസിന് ഉപയോഗപ്പെടുന്ന രീതിയിൽ. ആദ്യം തന്നെ ഇഞ്ചക്ഷനുകളെ കുറിച്ച്. ഇഞ്ചക്ഷൻ പല വിധത്തിലുണ്ട്. പെയിൻ കില്ലേഴ്സ് ഉണ്ട്, നമുക്ക് ചിലപ്പം വേറെ എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള അസുഖങ്ങൾക്കുണ്ട്, വോമിറ്റിങ്ങിന് ഉണ്ടാവും, ഗിഡിനെസ്സിനുണ്ടാവും, അങ്ങനെ പല തരത്തിലുണ്ട്. അപ്പം ഏതെങ്കിലും രീതിയിൽ നമ്മൾ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ നമുക്കൊരു ന്യൂട്രീഷൻ ആയിട്ട് തരുന്നു എന്ന് പറയുന്ന ഇഞ്ചക്ഷനുകൾ എടുത്താലാണ് നോമ്പ് മുറിയുക. അല്ലാത്ത ഇഞ്ചക്ഷനുകൾ എടുക്കുന്നതിൽ നോമ്പ് മുറിയുന്നതല്ല. ഇൻഹേലർ എന്ന് പറയുന്നത് എടുക്കുന്നത് ശ്വാസകോശത്തിലേക്കാണ്, ലങ്സിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശ്വാസം മുട്ടുള്ളവർ ഇൻഹേലർ എടുക്കുന്നതിലും നോമ്പ് മുറിയില്ല. ഇൻസുലിൻ നോമ്പ് മുറിയാനുള്ള സാധ്യതയില്ല. പിന്നെ എൻഡോസ്കോപ്പി പ്രൊസീജിയർ, നമ്മുടെ അന്നനാളത്തിലേക്ക് എന്തെങ്കിലും പോവുകയാണെങ്കിൽ അത് നോമ്പ് മുറിയും. ഇപ്പൊ എൻഡോസ്കോപ്പി വായക്കൂടെ ചെയ്യുന്ന ഇത് അന്നനാളത്തിൽ കൂടെ പോകുന്നതിനാൽ അത് നോമ്പ് മുറിയും. അതേസമയം കൊളോണോസ്കോപ്പി ആണെങ്കിൽ നോമ്പ് മുറിയുന്നതല്ല. ഛർദി വരുവാണ്, അപ്പൊ നമ്മൾ വൊമിറ്റിംഗ് ഉണ്ടാവുന്നു, നാച്ചുറലായിട്ട് ഉണ്ടാവുന്നു, ബോധപൂർവം ഉണ്ടാക്കുന്നതല്ല, അങ്ങനെയുള്ള ഛർദിക്കൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ബോധപൂർവം ഛർദി സൃഷ്ടിക്കുവാണെങ്കിൽ അപ്പോൾ നോമ്പ് മുറിയും. പലരും ചോദിക്കാറുണ്ട് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പൊ രക്തം എടുക്കുന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴൊന്നും നോമ്പ് മുറിയില്ല. നമ്മൾ GRBS നോക്കുന്നു, അല്ലെ ചെറുതായിട്ട് ടെസ്റ്റ് ഒക്കെ എടുക്കുന്നു. ചില ആൾക്കാർ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കും. ബ്ലഡ് ഡൊണേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കര ടയേർഡായിട്ട് അവർക്ക് അവരുടെ ആരോഗ്യത്തിന് ഭക്ഷണം കഴിക്കണം എന്നാണെങ്കിൽ നോമ്പ് നോക്കേണ്ടതില്ല, ആ സമയത്ത് നോമ്പ് മുറിക്കാം. അതേസമയം വേറൊരു കുഴപ്പമില്ല, അത് മുമ്പിലേക്ക് നോമ്പായി കൊണ്ടുപോവാന്ന് അവനവനെ തീരുമാനിക്കുകയാണ്. അവരുടെ ആരോഗ്യത്തിന് കുഴപ്പമില്ലെങ്കിൽ നോമ്പ് മുറിയുന്നതല്ല. പ്രഷറൊക്കെ കുറഞ്ഞിട്ട് വരും പേഷ്യൻസ്, ഹൈപ്പോടെൻഷനിലേക്ക് പോയിട്ട് അപ്പം IV ഫ്ലൂയിഡ് ഒക്കെ ഇടുമ്പോൾ IV ഫ്ലൂയിഡ് ഇടുമ്പോൾ നോമ്പ് മുറിയും. അതുപോലെ തന്നെ DNS, D25, ഡെക്സ്ട്രോസ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം കൊണ്ടുവരുന്നതാണ്, ന്യൂട്രീഷൻ കൊടുക്കുന്നതാണ്, ഷുഗർ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നോമ്പ് മുറിയും. കണ്ണിലുള്ള ഐ ഡ്രോപ്സ് ഡൗട്ട് ഉണ്ടാവും. ഐ ഡ്രോപ്സ് ഒന്നും ഒറ്റിക്കുന്നതിൽ നോമ്പ് മുറിയില്ല. എമർജൻസിക്കായി മരുന്നുകൾ നാക്കിന്റെ അടിയിൽ വെക്കുന്നത്, അപ്പം നോമ്പ് മുറിയില്ല. പല്ലെടുക്കുന്നവർ ചോദിക്കാറുണ്ട് ലോക്കൽ അനസ്തേഷ്യ പല്ലിന്റെ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊന്നും വരുമ്പോഴൊന്നും നോമ്പ് മുറിയില്ല. കാരണം അത് അവിടെ മാത്രം ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചില ആൾക്കാർ ചോദിക്കും ഗാർഗിൾ ചെയ്യാൻ പറ്റുമോ തൊണ്ടവേദന? ഗാർഗിൾ ചെയ്യാം, അതിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ താഴേക്ക് അന്നനാളത്തിലേക്ക് ഇറങ്ങി പോവാതെ നോക്കണം. അതുപോലെ തന്നെ നേസൽ ഡ്രോപ്സ് ഒറ്റിക്കുന്നതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ നമുക്കത് താഴേക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങാതെ ശ്രദ്ധിക്കാം. അപ്പം ഒരു നോമ്പ് എടുക്കണോ വേണ്ടയോ എന്നുള്ളതും, അല്ലെങ്കിൽ ചില രോഗികളുണ്ട്, അപ്പൊ രോഗികളാകുമ്പോൾ അത് ഡോക്ടറോട് ചോദിക്കണം. നിങ്ങൾ ഞാൻ നോമ്പെടുക്കാൻ വേണ്ടി പറ്റുമോ, അല്ലെ രോഗിയെ എനിക്ക് നോമ്പെടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം. അങ്ങനെ ഡോക്ടർ തീരുമാനത്തിലൊക്കെയാണ് നമ്മളത് ചില രോഗമൊക്കെ ഉള്ളപ്പോൾ നോമ്പ് എടുക്കാൻ മുന്നോട്ടേ കൊണ്ടുപോകണോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പലർക്കും കുറെ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ മതപണ്ഡിതന്മാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പറയുന്ന ഇതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മതപണ്ഡിതന്മാരോടൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ്.